ആൻഡ് നൗ 2026 മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വലിയ അണ്ടർ റേറ്റഡ് ആബ്സല്യൂട്ട് മാസ്റ്റർ പീസ് എന്ന് അക്ഷരം തെറ്റാതെ വിശേഷിപ്പിക്കാവുന്ന ചിത്രം വലതുവശത്തെ കള്ളൻ. ജിതിൻ ഐസക് തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രം പച്ചയായ മനുഷ്യാനുഭവങ്ങളുടെയും ഡാർക്ക് തീമുകളെയും കൃത്യമായ ക്രാഫ്റ്റോടെ സ്ക്രീനിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സംവിധാന മികവ് എടുത്തു കാണിക്കുന്നു. ബിഗ് സ്ക്രീനിൽ കാര്യമായ തിളക്കം കിട്ടിയില്ലെങ്കിലും കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകന്റെയും മനസ്സ് കീറിമുറിക്കുന്ന അത്രയും ആഴമുള്ള ഒരു ഡാർക്ക് ക്രാഫ്റ്റ് ഫിലിം. ബൈബിൾ റെഫറൻസും ഫിലോസഫിയും കൃത്യമായി കോർത്തിണക്കിയ തകർപ്പൻ പ്ലോട്ടാണ് ഇതിൻ്റേത്. സമൂഹത്തിന്റെ കണ്ണിൽ തെറ്റുകാരനായി ക്രിമിനലായി ചിത്രീകരിക്കപ്പെടുമ്പോഴും സ്വന്തം നീതിക്കായി നിശബ്ദനായി പോരാടുന്ന ഒരു സാധാരണക്കാരന്റെയും അയാളെ പിന്തുടരുന്ന ഭൂതകാലത്തിന്റെയും കഥയാണിത്. കുറ്റബോധവും പൊറുക്കലും തമ്മിലുള്ള നേർത്ത വരിയിലൂടെ സഞ്ചരിക്കുന്ന കഥ പര്യവസിക്കുന്നത് നിങ്ങളുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള കണ്ണു നിറയ്ക്കുന്ന ഒരു അടിപൊളി ക്ലൈമാക്സ് ട്വിസ്റ്റിലാണ്. ബിജു മേനോന്റെയും ജോജു ജോർജിന്റെയും കഥാപാത്രങ്ങൾ തമ്മിലുള്ള ആന്തരിക സംഘർഷങ്ങളും തകർപ്പൻ പെർഫോമൻസും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ കാസ്റ്റിംഗ് പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട്. കനത്ത മഴയും മൂഡി കളർ ടോണും ക്രിസ്ത്യൻ ബാക്ക്ഡ്രോപ്പിലുള്ള പശ്ചാത്തലവും ചേരുമ്പോൾ സിനിമ നൽകുന്നത് അപാരമായൊരു വിഷ്വൽ അനുഭവമാണ്. അസ്വസ്ഥതയുണർത്തുന്ന പശ്ചാത്തല സംഗീതവും ആഴമുള്ള ഡയലോഗുകളും ഓരോ ഫ്രെയിമിലെയും ക്രാഫ്റ്റും മലയാള സിനിമയെ തന്നെ എക്കാലത്തെയും മികച്ച മേക്കിംഗ് ലെവലിലാണ് എടുത്തു കാണിക്കുന്നത്. ഏതൊരു സിനിമാ പ്രേമിയെയും OTTയിൽ അടിയന്തരമായി കണ്ടിരിക്കേണ്ട 2026 നമ്പർ 1 അണ്ടർ റേറ്റഡ് മലയാളം മൂവിയാണ് വലതുവശത്തെ കള്ളൻ. അപ്പോൾ 2026 ഇറങ്ങിയ ഈ 5 അണ്ടർ റേറ്റഡ് മലയാള സിനിമകൾ നിങ്ങൾ ഏതൊക്കെയാണ് കണ്ടിട്ടുള്ളത്? ജസ്റ്റ് കമന്റ് ബിലോ.